రసమైనా ഹരിയേട്ടാ, എന്റെ കുഞ്ഞെവിടെ? പറയേട്ടാ, എന്റെ കുഞ്ഞെവിടെ? സിദ്ധു, ഒന്നും പറയാൻ. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. സിദ്ധു, കുഞ്ഞ് മിസ്സിംഗ് ആണ്. എന്താ പറഞ്ഞേ? കുഞ്ഞിനെ കാണുന്നില്ല. ആരോ കള്ളം പറയല്ലേ, എന്നെ പറ്റിക്കാൻ ശ്രമിക്കല്ലേ. പറ, എന്റെ കുഞ്ഞെവിടെ? സത്യോ? എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. മൈന പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ല. മിസ്റ്റർ ഹരിശങ്കർ, എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇവിടെ എല്ലാരും കേട്ടതാ. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന കാര്യമാണ്. നിയമമൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് ഒരു കുഞ്ഞ് മിസ്സാവുക എന്ന് വെച്ചാ അതിന്റെ പിന്നിലെ മോട്ടിവേഷൻ എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതറിയണം മിസ്റ്റർ എസ് പി. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പെറ്റീഷൻ മൂവ് ചെയ്തേ പറ്റൂ. യെസ് ഡോക്ടർ, ഐ നോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുഞ്ഞ് എവിടെയെന്നറിയാൻ ഈ ഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അത് എന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഡോക്ടർ. ഒരു എസ് പി എന്നതിനേക്കാൾ ഉപരി ഒരു സഹോദരന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ പിന്നെ എന്തിന് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതിനെ തടയുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര കംപ്ലൈന്റ് മൂവ് ചെയ്താലും ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കേണ്ടത് ഞാനല്ലേ? പിന്നെ എന്തിന് ന്യൂസിലേക്ക് ഇതിനെ തള്ളിവിടണം? അങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് ചാൻസ് കൊടുത്താൽ ഈ ഹോസ്പിറ്റലിന്റെ ഡിഗ്നിറ്റി ആയിരിക്കും അത് ബാധിക്കുക. സ്വന്തം ഭാവനകൾക്കനുസരിച്ച് കഥകൾ മെനയും പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും ചേർന്ന്. അത് വേണോ? ഇങ്ങനൊരു ന്യൂസ് പുറത്തു വന്നാൽ വിശ്വസിച്ച് ആരെങ്കിലും ഇവിടെ വരുമോ? ബട്ട് മിസ്റ്റർ ഡോക്ടർ പ്ലീസ്, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പോലീസ് ഓഫീസറായിട്ടല്ല, മൈന എന്ന പെൺകുട്ടിയുടെ ബ്രദറായിട്ടാ. എന്റെ മൈനയുടെ കുഞ്ഞ്. അത് അച്ഛനാരാണെന്ന് പുറത്തു പറയാനാവാത്ത ജന്മമാണ് ആ കുഞ്ഞിന്റെ. ഈ വാർത്ത പുറത്തു വന്നാൽ നാടൊട്ടുക്ക് മറ്റൊരു കഥയാവും നിറം പിടിച്ച് പരക്കുക. എസ് പി ഹരിശങ്കറിന്റെ പെങ്ങൾ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന്, അല്ലെങ്കിൽ ഹരിശങ്കറിന്റെ രഹസ്യ ഭാര്യയുടെ കുഞ്ഞിനെ കാണാതായിന്ന്. അസത്യങ്ങളുടെ നിഴലിൽ വീണുപോയ ജീവിതമാ ഡോക്ടർ ഈ എന്റെ. നിഴലിൽ നിന്നും വെളിച്ചത്തിലേക്ക് ചൂടുവെക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഇരുളിലേക്ക് വഴിതെറ്റി വീണു പോകുന്ന ജീവിതം. ഞാൻ കണ്ടെത്തും ആ കുഞ്ഞിനെ. അതിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഒഫീഷ്യലായിട്ട് തന്നെ. അതല്ലേ നമുക്ക് ആവശ്യം. പ്ലീസ്, ഈ ഇഷ്യൂ ഇനിയൊരു ന്യൂസിന് വഴിവെക്കരുത്. നാട്ടുകാർക്ക് ആഘോഷിക്കാൻ നമ്മളായിട്ടൊരു കഥ നൽകണോ? എന്റെ സഹോദരിമാരുടെ ജീവിതമാണ് ഡോക്ടർ. ഹരിയേട്ടാ, മാനസയിൽ നിന്നും എന്നിൽ നിന്നും ദൈവം തട്ടിയെടുത്ത കുഞ്ഞായിരുന്നു അത്. അതിനെ മൈനയിലൂടെ എനിക്ക് തിരികെ തന്നതാ. അതിന്റെ മുഖം പോലെ എന്നെ കാണിക്കാതെ തട്ടിപ്പറിച്ചത് ആരാ? സിദ്ധു, അത് നമുക്ക് അന്വേഷിക്കാം, കണ്ടെത്താം. കുറച്ച് സമയം തനിക്ക്. ഇനി ഞാൻ കാത്തിരിക്കണോ നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച്? എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ ഇനിയും കാത്തിരിക്കണോ ഞാൻ? ഇനി ഞാൻ കാത്തിരിക്കണോ? ഹരിയേട്ടാ, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരാം. സിദ്ധു, നീ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്കറിയാം എന്റെ കുഞ്ഞ് എവിടെയാണെന്ന്. നിങ്ങൾക്കേ അറിയൂ. ഹരിയേട്ടൻ അറിയാതെ ആ കുഞ്ഞ് ഇവിടുന്ന് മിസ്സാവില്ല.
എന്തിനാ നിങ്ങളത് ചെയ്തത്? ഞാൻ മാനസയെ ഉപേക്ഷിച്ച് പോകുന്നു പേടിച്ചിട്ടോ, അതോ മൈനയോടും കുഞ്ഞിനോടൊപ്പം താമസം തുടങ്ങുന്നു ഓർത്തിട്ടോ? വേണ്ട ഹരിയേട്ടാ, എന്തിന്റെ പേരിലായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ക്രൂരതയാണ്. എന്താ ചെയ്തത് നിങ്ങൾ എന്റെ കുഞ്ഞിനെ? ആർക്കെങ്കിലും വിറ്റോ അതോ കൊന്നു കളഞ്ഞോ? എന്ത് പറഞ്ഞാ നായേ? ആ വാക്കിനി മിണ്ടിയാൽ പിന്നെയോ? പിന്നെന്താ നിങ്ങൾ ആ കുഞ്ഞിനെ ചെയ്തത്? ഒന്ന് പറഞ്ഞു താ. എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല, അത്ര തന്നെ. ബോധം തെളിയുന്ന മൈനയോട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ആ പാവത്തിനെ എന്ത് പറഞ്ഞാ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നേ? പറഞ്ഞതാ എനിക്ക്. പറഞ്ഞതാ. തുടരുത് തന്നെ, തൊട്ടുപോരുത്. എനിക്കുറപ്പാ, നിങ്ങൾ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. അതിനെ ഉറക്കൊള്ളുമ്പോ തൊട്ടടുത്ത ആ കുഞ്ഞുണ്ടാവണം. ഇല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കും. നിങ്ങൾ ഒരുപാട് അനുഭവിക്കും. കണ്ടോ? ഹലോ സാർ, ഞാൻ SP സാറിന് കൊടുക്കാം. സാർ ആന്റണി സാറാ. ആന്റണി, ഹരിശങ്കര, ഇവിടെ PMM ഹോസ്പിറ്റലിൽ നിന്നൊരു കുഞ്ഞ് മിസ്സായിട്ടുണ്ട്. യെസ്, ഡെലിവറി നടന്നിട്ട് ഒരു നൈറ്റ് കടന്നിട്ടേ ഉള്ളൂ. ട്രാഫിക്കിലേറാ. സ്പീഡ് ഇൻഫർമേഷൻ കൊടുക്കുക. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് റോഡ്, ഓൾ ടാക്സി, ബസ് ചെക്ക് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. എന്തെങ്കിലും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഉടനെ ആക്ഷൻ എടുക്കുക. ക്ലാരിഫൈ ചെയ്തിട്ട് വിട്ടാൽ മതി. യെസ്, ഞാനെത്താം. പിന്നെ ആന്റണി, ഇത് ഒരു കാരണവശാലും ഒരു ന്യൂസായി സ്പ്രെഡ് ആവരുത്. ഓക്കെ? നീ എന്താ ഇവിടെ നിൽക്കുന്ന? ഈ ആണുങ്ങൾ എന്താ എടുത്തി ഇങ്ങനെ? വാക്ക് പറഞ്ഞാ ഒരിക്കലും പാലിക്കില്ലെന്നുണ്ടോ? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ സിദ്ധു. ഇപ്പൊ ടൈം എത്രയായി? ഞാൻ എത്ര നേരമായി റെഡിയായി നിൽക്കുന്നറിയോ? നീ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അവന് ചിലപ്പോ വല്ല അത്യാവശ്യം കാണും. ആ ഓർഫനേജിലെ മദറിനോട് ഞാൻ രാവിലെ ചെല്ലാന്ന് ഉറപ്പ് കൊടുത്തതാ. ഇനിയിപ്പൊ എപ്പോഴാ പോണേ? സമയം എത്ര ആയിന്നാ? അല്ല, അവിടെ എപ്പോ ചെന്നാലും മദറിനെ കാണാലോ. നീ എന്തിനാ എത്ര ടെൻഷൻ ആവുന്നേ? ഒരു ഓർഫനേജിലേക്കല്ലേ എടുത്തി പോണേ? വെറുതെ കയ്യും വീശി അങ്ങ് ചെല്ലാനൊക്കോ? അവിടുത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണ്ടി പോവാൻ. ഇനി അതുകൂടി ആവുമ്പോ അവിടെ എത്തുമ്പോഴേക്കും സന്ധ്യയാവും. നീ സിദ്ധുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. അതിന് സിദ്ധു ഫോൺ കൊണ്ടുപോയാലല്ലേ? അതിവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എടുക്കാതെ ഈ മനുഷ്യന് എങ്ങോട്ട് പോയെന്നാ എനിക്കറിയാത്തത്. എടുത്തിയോട് വല്ലതും പറഞ്ഞോ? അതൊക്കെ പണ്ടായിരുന്നു മനസ്സേ. സിദ്ധു ഇപ്പോ എന്നോട് മിണ്ടാൻ കൂടി നിൽക്കാറില്ല. മനഃപൂർവ്വം ആയിരിക്കില്ല എടുത്തി. ഒരു കുഞ്ഞിന് വേണ്ടി എത്ര കൊതിച്ചതാ സിദ്ധു. ആ ആഗ്രഹം ഇനി ഒരിക്കലും നടക്കില്ല എന്നറിഞ്ഞപ്പോ
എന്നെക്കാൾ അധികം തകർന്നു പോയത് സിദ്ധുവാ. ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് സിദ്ധു. നമ്മളെ ആരെ അറിയിക്കാത്തതാ. ഗൗരിയടുത്തേക്ക് അറിയില്ലേ സിദ്ധുവിന്റെ സ്വഭാവം? എത്ര സങ്കടങ്ങളുണ്ടായാലും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. ശരിക്കും ഒരു പാവാ സിദ്ധു. എല്ലാ ഭാഗ്യവും ഒരുമിച്ചിങ്ങ് തരില്ലല്ലോ ദൈവം. എനിക്ക് സിദ്ധുവിനെ കിട്ടിയപ്പോ സിദ്ധു ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിയാതെ പോയി. സത്യത്തിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെ സിദ്ധുവിന് വേണ്ടിയിട്ടാ. ആ സങ്കടം കണ്ടിട്ടാ. എടുത്തും കൂടി വരാമോ ഞങ്ങളോടൊപ്പം? ഞാനിപ്പോ ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ. നെക്സ്റ്റ് ടൈം ഞാൻ വരാം. എനിക്കെന്തോ ഉള്ളിൽ കിടന്ന് എന്തോ പോലെ തോന്നുക. സന്തോഷം കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്താന്നറിയില്ല. ഒരു വിറയല് പോലെ. ഈ എക്സൈറ്റ്മെന്റേതാവും അല്ലേ എടുത്തി? അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ കാണുമ്പോ എന്താ പറയാ, എങ്ങനെയാ പറയണ്ടെന്നൊക്കെ അതാ. എടുത്തി കൂടി വാ. ഇപ്പൊ നിങ്ങൾ പോയാ മതി. ചെന്നൊന്ന് പരിചയപ്പെട്ടിട്ട് വാ. ഇനി ഒരുപാട് തവണ പോകേണ്ടി വരും. അല്ലാതെ ഓടി ചെന്ന് അങ്ങോട്ട് പോയാ അവര് കുട്ടിയെടുത്ത് തരത്തൊന്നുമില്ല. അതിനൊക്കെ കുറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒത്തിരി ടൈം എടുക്കുവോ? അതൊക്കെ അവര് പറയും. മാനസിപ്പ അകത്ത് നിന്നിരിക്കെ. അല്ലെങ്കിൽ കിച്ചണിലോട്ട് വാ. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിക്കണേ? സിദ്ധാർത്ഥൻ ഇങ്ങ് വന്നോളും. ഈ സിദ്ധുവിന്റെ കാര്യം പറഞ്ഞ ബാക്കിയുള്ളവരെ ടെൻഷൻ എടുപ്പിച്ച് കൊല്ലും. സഹിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൗരി. എന്ത് വിധിയാണ് അവളുടെ? ജീവിതത്തിൽ ഇന്നോളം ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്റെ മൈന. സങ്കടങ്ങൾ മാത്രമേ കൂട്ടിനുണ്ടായിട്ടുള്ളൂ. അവള് ജനിച്ച നാളെ തൊട്ട് തുടങ്ങിയതാ കണ്ണീര് കുടിക്കാൻ. മഹാപാപികൾ രാജാക്കന്മാരായി വാഴുന്ന ഈ കാലത്ത് എന്തിനാ ഇങ്ങനൊരു പാവം പിടിച്ച പെണ്ണിനെ ഈശ്വരൻ ഇത്രമാത്രം ശിക്ഷിക്കുന്നെന്നാ മനസ്സിലാവാത്ത? അതോ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തികളൊന്നും ഇല്ലെന്നാണോ? എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങുക ഗൗരി. ഒരാള് മാത്രം എന്നും ഒന്നിനു പുറകെ ഒന്നായി ശിക്ഷിക്കുന്നത് ഏത് ശക്തിയായാലും ശരി, ആ ശക്തിയെ വിശ്വസിക്കാൻ എനിക്കാവില്ല. വെറുതെ വാവിട്ടോരൊന്ന് പറയേണ്ട കാര്യം. മൈന അനുഭവിക്കുന്നത് അവളുടെ വിധി. ഏത് വിധി? ആരാ വിധിച്ച്? സ്വന്തം കുഞ്ഞിന്റെ മുഖം കാണണ്ടെന്നുള്ള ആ വിധി കൽപ്പിച്ചത് ആരാണെന്ന്? ശബ്ദം വെക്കണ്ട, മോളുണരും.
ഗൗരി, നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് സങ്കടം തോന്നില്ലേ? സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും കാര്യമുണ്ടോ ഹരി? ആ കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്തുക, അത് മാത്രമാണ് പരിഹാരം. അല്ലാതെ ഞാനിവിടെ നിന്ന് വിഷമിച്ചാലാവോ? ഹരി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഒരിത്തിരി പോന്ന കുഞ്ഞിനെ ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എങ്ങനെ അന്വേഷിക്കാനാ? ബുദ്ധിയും മനസ്സുമൊക്കെ മരവിച്ചിരിക്കുക. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയാത്തൊരവസ്ഥ. എന്റെ കൈയും കാലും വിറയ്ക്കുക ഗൗരി. ഓ സാരല്ല സാരല്ല സാരല്ല. എന്തേ? ഹരി, ഉറങ്ങുന്നില്ലേ? മനസ്സ് ഉറങ്ങിയില്ലല്ലേ? ഇല്ല. പാവമാണവൾ. മനസ്സ അവളറിയുന്നില്ല അവള് കാത്തിരിക്കുന്നവന്റെ മനസ്സ് മുഴുവനും മറ്റൊരാളാണെന്ന്. നമ്മളെല്ലാവരും ചേർന്ന് ചതിക്കാണ് മനസ്സേ, അല്ലേ ഗൗരി? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുട്ടി അവള്. ഈ പൊട്ടിത്തെറിക്കലും ഒച്ചയും മാത്രമേ ഉള്ളൂ. മനസ്സിലൊന്നും വെച്ചിട്ടല്ല ഈ പറയുന്നൊക്കെ. നന്മയുള്ളവളെ മനസ്സ. കഴുത്തിൽ മിന്നു കെട്ടാൻ കാത്തിരുന്നവനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചവളാ. അതും അവളുടെ കല്യാണത്തിനായി ഒരുക്കിയ പന്തലിൽ വെച്ച്. കുഞ്ഞുനാളിൽ അവൾ കരഞ്ഞു വിളിച്ച് എന്നെ കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം വാങ്ങിപ്പിക്കും. ആ കളിപ്പാട്ടം കണ്ട് മറ്റേതെങ്കിലും കുട്ടി കരയുന്ന കണ്ടാൽ ഒരു സങ്കടവും ഇല്ലാതെ അവളത് കരയുന്ന കുട്ടിക്ക് നൽകും. കളിപ്പാട്ടമല്ല, ജീവന സ്വപ്നങ്ങളുള്ള അവളുടെ ഭർത്താവാ സിദ്ധു. മൈന എത്ര കരഞ്ഞു വിളിച്ചാലും സിദ്ധാർത്ഥനെ വിട്ടുകൊടുക്കുന്ന തോന്നുന്നുണ്ടോ മാനസ? ഒരിക്കലും സംഭവിക്കില്ല അത്. സ്വന്തം ജീവൻ പറിച്ചു ദാനം ചെയ്താലും കഴുത്തിൽ മിന്നു കെട്ടിയവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഹരി, ഒരു സ്ത്രീക്ക് ഭൂമിയില്. മാനസയുള്ള സിദ്ധുവിനെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. സിദ്ധു കൂടെയില്ലെങ്കിൽ അവളില്ല. ഒരു കുഞ്ഞിന്റെ കരച്ചിലിനോ മൈനയുടെ കാത്തിരിപ്പിനോ വിട്ടുകൊടുക്കരുത് സിദ്ധുവിനെ. മാനസയുടെ ജീവൻ കാത്തുപിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സിദ്ധു ഇനിയും വന്നിട്ടില്ല ഹരി. അവനിന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? കുഞ്ഞിനെ കാണാതായത് അവൻ അറിഞ്ഞോ? ഇന്ന് ഭയക്കണ ഹരി, ഇതെന്നത്തെയും പോലെയല്ല. സിദ്ധുവിനെ കണ്ടെത്തണം. എനിക്കെന്തോ പേടി തോന്നുന്നു. അവൻ എവിടെയായാലും കണ്ടെത്തണം.